Hi all, Neural Control and Coordination എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് ന്യൂറോൺസ്. ന്യൂറോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺസ്. നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ന്യൂറോൺസ് ആണ്. ഇമ്പൾസ് മീൻസ് മെസ്സേജസ്. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ്. ദിസ് വൺ ഈസ് സെൽ ബോഡി and this is dendrite and here axon. Okay, and this is the cell body. ഇതാണ് cell body and here you can see cytoplasm and nucleus. cell bodyയിൽ cytoplasm കാണാം, അതേപോലെ ന്യൂക്ലിയസും കാണാം. സൈറ്റോപ്ലാസത്തിനകത്ത് ഒരുപാട് ഗ്രാന്യൂൾസ് കാണാം, സ്മോൾ ഗ്രാന്യൂൾസ് കാണാം and it is called Nissel's granules. ഇവിടെ എമർജ് ചെയ്യുന്ന ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്സ്. You can see here all these are dendrites and here you can see axon. Longest filament ആണ് axon. Okay, ന്യൂറോണിൻ്റെ longest filament ആണ് axon. ഇനി axon നെക്സ്റ്റ് axon ടെർമിനൽ കാണാം. axon ടെർമിനലിൻ്റെ അറ്റത്തായി സിനാപ്റ്റിക് നോബും കാണാം. ബൾബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സിനാപ്റ്റിക് നോബ്. ഇനി ആക്സോണിനെ കവർ ചെയ്ത് മൈലിൻ ഷീത്ത് കാണാം. ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണ് മൈലിൻ ഷീത്ത്. ഓക്കെ, ഓരോ മൈലിൻ ഷീറ്റിൻ്റെയും ഇടയിലായി ഗ്യാപ്പ് കാണാം ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നോഡ് ഓഫ് രാൻവീർ. യു ക്യാൻ സി എ സ്പെഷ്യലൈസ്ഡ് സെൽ കോൾഡ് ഷ്വാൻ സെൽ. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, 3 മേജർ പാർട്സ്. ഏതൊക്കെയാണ് 3 മേജർ പാർട്സ്? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ് ആൻഡ് ആക്സോൺ. സെൽ ബോഡി കണ്ടെയ്ൻസ് സൈറ്റോപ്ലാസം ആൻഡ് Nissel's granules. ഡെൻഡ്രൈറ്റ്, ബ്രാഞ്ചസ് പ്രോജക്റ്റിംഗ് ഔട്ട് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് പ്രത്യേക പ്രോജക്റ്റ് ചെയ്യുന്ന ബ്രാഞ്ചാണ് ഡെൻഡ്രൈറ്റ്. ക്യാരി ഇമ്പൾസസ് ടുവാർഡ്സ് ദ സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസ് ദാറ്റ് ഈസ് മെസ്സേജസ് കൊണ്ടുവരുന്നത് ഏത് പാർട്ടാണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് ആക്സോൺ, ലോങ് ഫൈബർ വിത്ത് ബ്രാഞ്ചഡ് ഡിസ്റ്റൽ എൻഡ്. ലോങ്ങസ്റ്റ് ഫൈബറാണ് ആക്സോൺ. അതിൻ്റെ ഡിസ്റ്റൽ എൻഡിൽ ബ്രാഞ്ചസ് ഉണ്ട്. ആക്സോണായിട്ടാണ് ബ്രാഞ്ചസ്. ക്യാരി ഇമ്പൾസസ് എവേ ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് മെസ്സേജ് ക്യാരി ചെയ്യുന്നത് ആക്സോൺ ആണ്. ഡിസ്റ്റൽ ബ്രാഞ്ചസ് ആർ ആക്സോണൈറ്റ്. അതിൻ്റെ ബ്രാഞ്ചസിന് ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റ് എൻഡ് ഇൻ സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ അറ്റത്തായി ബൾബ് ലൈക്ക് സ്ട്രക്ചർ കാണാം, സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് കണ്ടെയ്ൻസ് സിനാപ്റ്റിക് വെസിക്കിൾസ്. സിനാപ്റ്റിക് നോബിൻ്റെ അകത്ത് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിൾസ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണാം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഇമ്പൾസ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ന്യൂറോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ന്യൂറോൺസിലൂടെ ഇമ്പൾസ് മൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഡെൻഡ്രൈറ്റ് വഴി പാസ് ചെയ്തു ആൻഡ് ഇമ്പൾസസ് റീച്ച് ദ സെൽ ബോഡി ആൻഡ് ദെൻ മൂവ്സ് ത്രൂ ആക്സോൺ. ആക്സോൺ ടെർമിനലിൽ കൂടെ മൂവ് ചെയ്തു ആക്സോണൈറ്റിലെത്തി നെക്സ്റ്റ് സിനാപ്റ്റിക് നോബിലേക്ക് എൻ്റർ ചെയ്യും. ഇങ്ങനെയാണ് ന്യൂറോണിലെ കൂടെ ഇമ്പൾസസ് മൂവ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. സോ ആക്സോൺ എന്താണ്, ഡെൻഡ്രൈറ്റ് എന്താണെന്ന് അറിയാം അല്ലേ? സോ അതിൻ്റെ നമ്പറിനെ ബേസ് ചെയ്ത് ദർ ആർ 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. ആക്സോണിൻ്റെയും ഡെൻഡ്രൈറ്റ്സിൻ്റെയും നമ്പർ ബേസ് ചെയ്ത് ദർ ആർ 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. ദേ ആർ മൾട്ടിപോളാർ, ബൈപോളാർ ആൻഡ് യൂണിപോളാർ. ഫസ്റ്റ് വൺ മൾട്ടിപോളാർ. 1 ആക്സോൺ 2 or more ഡെൻഡ്രൈറ്റ്. ഒരു ആക്സോണ് കാണും, 2 അതിൽ കൂടുതലോ ഡെൻഡ്രൈറ്റ്സ് കാണും. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ ന്യൂറോൺസ് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിലുള്ള ന്യൂറോൺസ് മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ്. ദേ ഹാവ് 1 ആക്സോൺ. ഒരു ആക്സോൺ ആയിരിക്കും, ഒരുപാട് ഡെൻഡ്രൈറ്റ്സ് കാണും. ബൈപോളാർ ന്യൂറോൺസ് മീൻസ് 1 ആക്സോൺ 1 ഡെൻഡ്രൈറ്റ്. ഒരു ആക്സോൺ ആയിരിക്കും, ഒരു ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അതായത് സെൽ ബോഡിൻ്റെ മേലെ ഒരു ഡെൻഡ്രൈറ്റ് ആയിരിക്കും, സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു ആക്സോൺ. എക്സാമ്പിൾ ന്യൂറോൺസ് ഇൻ ദ റെറ്റിന ഓഫ് ദ ഐ. റെറ്റിനയിലുള്ള ന്യൂറോൺസ് ബൈപോളാർ ന്യൂറോൺസ് ആണ്. യൂണിപോളാർ 1 ആക്സോൺ ഓൺലി, ഡെൻഡ്രൈറ്റ് ഇല്ല, സെൽ ബോഡി ആൻഡ് 1 ആക്സോൺ ഓൺലി. എക്സാമ്പിൾ ന്യൂറോൺസ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിലുള്ള ന്യൂറോൺസ് യൂണിപോളാർ ന്യൂറോൺസ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നതിനെ ബേസ് ചെയ്താണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. സോ ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണ് മൈലിൻ ഷീത്ത്. സോ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മൈലിൻ ഷീത്ത് ദർ ആർ 2 ടൈപ്സ് ഓഫ് ന്യൂറോൺ.
myelinated neurons and non-myelinated neurons. Myelinated neurons, they are covered with Schwann cells which form a myelin sheath around the axon. ആക്സോണിനെ കവർ ചെയ്ത് ഷ്വാൻ സെൽസ് കാണാം. ഷ്വാൻ സെൽസ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യും. അങ്ങനെയുള്ള ന്യൂറോൺസിനെയാണ് മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് പറയാം. ദേ ആർ കവേർഡ് വിത്ത് ഷ്വാൻ സെൽസ് വിച്ച് ഫോം മൈലിൻ ഷീത്ത്. ഓക്കെ, ദ ഗ്യാപ്സ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് മൈലിൻ ഷീറ്റ്സ് ആർ കോൾഡ് നോഡ്സ് ഓഫ് റാൻവീർ. മൈലിൻ ഷീത്തിൻ്റെ ഇടയിലായി കാണുന്ന ഗ്യാപ്പിനെയാണ് നോഡ്സ് ഓഫ് റാൻവീർ എന്ന് പറയാം. എക്സാമ്പിൾ ഫൗണ്ട് ഇൻ സ്പൈനൽ ആൻഡ് ക്രാനിയൽ നെർവ്സ്. സ്പൈനൽ നെർവ്സിലും ക്രാനിയൽ നെർവ്സിലും മൈലിനേറ്റഡ് ന്യൂറോൺസ് കാണാം. And second type is non-myelinated neuron. They are enclosed by a Schwann cell that does not form a myelin sheath around the axon. Example found in autonomous and somatic neural system. Non-myelinated neurons എന്ന് പറഞ്ഞാൽ they are enclosed by Schwann cell. Schwann cell കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ Schwann cell myelin sheath ഫോം ചെയ്യില്ല. That does not form a myelin sheath. Example found in autonomous and somatic neural system. ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റത്തിലും സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലും നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് കാണാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സിനാപ്സ്. സിനാപ്സ് മീൻസ് ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലായി കാണുന്ന സ്പേസ് ഓർ ജംഗ്ഷൻ ആണ് സിനാപ്സ്. നൗ ഒബ്സർവ് ദിസ് ഫിഗർ. യു ക്യാൻ സീ ഹിയർ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സോ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ മീൻസ് ദ ന്യൂറോൺ വിച്ച് ക്യാരി ഇമ്പൾസസ് ടു ദ സിനാപ്സ്. സിനാപ്സിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യുന്ന ന്യൂറോണാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ദ ന്യൂറോൺ വിച്ച് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സിനാപ്സ്. സിനാപ്സിൽ നിന്നും ഇമ്പൾസസ് റിസീവ് ചെയ്യുന്ന ന്യൂറോണാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ആൻഡ് യു ക്യാൻ സീ ദർ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ദ ഗ്യാപ്പ് ഇൻ ദ സിനാപ്സ് ഈസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്സിൽ കാണുന്ന ഗ്യാപ്പ്, അതായത് രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലായി കാണുന്ന ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സോ സിനാപ്സ് എന്ന് പറയുന്നത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ പാർട്സ് ദാറ്റ് മേക്ക് എ സിനാപ്സ്. പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ദ ന്യൂറോൺ വിച്ച് ക്യാരി ഇമ്പൾസ് ടു സിനാപ്സ് ഈസ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. സിനാപ്സിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, ദ ഗ്യാപ്പ് ഇൻ ദ സിനാപ്സ് ഈസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്സിൽ കാണുന്ന ഗ്യാപ്പ്, സ്പേസ് ആണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, the neuron which receive impulse from the synapse is the postsynaptic neuron. സിനാപ്സിൽ നിന്നും ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ന്യൂറോണാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് സിനാപ്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സിനാപ്സ്, ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. ഇലക്ട്രിക്കൽ സിനാപ്സ്, പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു ദ അതർ. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഈസ് ഫാസ്റ്റർ. ഇലക്ട്രിക്കൽ സിനാപ്സിൽ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് അടുത്തടുത്തായിരിക്കും. സോ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് കാണില്ല. ഇലക്ട്രിക് കറൻറ്റ് ഡയറക്റ്റായി ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഫാസ്റ്റർ ആയിരിക്കും. ഇൻ കെമിക്കൽ സിനാപ്സ്, പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കോൾഡ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. കെമിക്കൽ സിനാപ്സിൽ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനെയും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഓർ ന്യൂറോൺസിനെയും സെപ്പറേറ്റ് ചെയ്ത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് കാണാം. And such synapses are called chemical synapse. Impulse transmission occurs through chemical substances called neurotransmitters. So chemical synapse in the case impulse transmit ചെയ്യുന്നത് സിനാപ്സിലെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസിൻ്റെ സഹായത്തോടു കൂടിയാണ്. The axon terminals contain synaptic vesicles which are filled with neurotransmitters. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണുന്ന സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിനകത്ത് സിനാപ്റ്റിക് വെസിക്കിൾസ് കാണാം. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ ഇൻ കെമിക്കൽ സിനാപ്സ് ദ ഇമ്പൾസ് മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ദീസ് സിനാപ്റ്റിക് വെസിക്കിൾസ് ആർ സീൻ ഇൻ സിനാപ്റ്റിക് നോബ് ഓഫ് ആക്സോണൈറ്റ്. ഇതാണ് ആക്സോൺ. ഓക്കെ, ദിസ് ഈസ് ആക്സോൺ. ആൻഡ് ആക്സോൺ കഴിഞ്ഞ് ഇതാണ് ആക്സോൺ ടെർമിനൽ. ആൻഡ് നെക്സ്റ്റ് കാണുന്ന ബൾബ് ലൈക്ക് സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ്. ഇതാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിനകത്ത് സിനാപ്റ്റിക് വെസിക്കിൾസ് കാണാം. ഇതാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഓക്കെ, ആൻഡ് ഹിയർ ഈ മെംബ്രെയിൻ്റെ പേരാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ദിസ് ഈസ് കോൾഡ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ.
ആൻഡ് ഇവിടെ കാണുന്ന ഈ സ്പേസിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈ മെംബ്രെയിൻ്റെ പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. അതായത് നെക്സ്റ്റ് ന്യൂറോണിൻ്റെ മെംബ്രെയിനാണത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഈ 3 പാർട്സും കൂടിയാണ് സിനാപ്സ് ഫോം ചെയ്യുന്നത്. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ റിസപ്റ്റേഴ്സ് കാണാം. ആൻഡ് ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ അകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ് വഴി ഇമ്പൾസസ് നെക്സ്റ്റ് സിനാപ്റ്റിക് നോബിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ വന്ന് ബൈൻഡ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. സോ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. സോ ഇമ്പൾസസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഇപ്പോൾ ക്യാരി ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ കൂടെ വന്ന് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ റിസപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യും. അത് കാരണം നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ സിനാപ്സ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഫ്രം വൺ ന്യൂറോൺ ടു നെക്സ്റ്റ്. ദാറ്റ് ഈസ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ത്രൂ കെമിക്കൽ സിനാപ്സ്. ഇമ്പൾസ് റീച്ച് ആക്സൺ ടെർമിനൽ. ഇമ്പൾസ് ആക്സൺ ടെർമിനലിലേക്ക് എത്തിയാൽ സെക്കൻഡ് സിനാപ്റ്റിക് വെസിക്കിൾസ് മൂവ് ടുവാർഡ്സ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് മൂവ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ഇൻ ടു സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു ദ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നെക്സ്റ്റ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യും. അത് കാരണം നെക്സ്റ്റ് ന്യൂറോണിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ബ്രെയിന് 3 പാർട്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോർപ്പസ് കലോസം, ഹൈപ്പോതലാമസ്. ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്സാണ് കോർപ്പസ് കലോസം, ഹൈപ്പോതലാമസ്. കോർപ്പസ് കലോസം. Cerebrum is divided longitudinally into 2 halves, termed as the left and right cerebral hemispheres. The group of nerve fibers which connect the 2 cerebral hemispheres are called corpus callosum. ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം. സെറിബ്രം 2 ഹാഫ്സ് ആയാണ് കാണുന്നത്: റൈറ്റ് ഹാഫ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. അതായത് സെറിബ്രം 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആയാണ് കാണുന്നത്. ഈ 2 ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നെർവ് ഫൈബറാണ്. ആ നെർവ് ഫൈബറാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ റൈറ്റ് ഹാഫിനെയും ലെഫ്റ്റ് ഹാഫിനെയും കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറാണ് കോർപ്പസ് കലോസം. അതായത് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറാണ് കോർപ്പസ് കലോസം. ഹൈപ്പോതലാമസ്. ഇറ്റ് ലൈസ് അറ്റ് ദ ബേസ് ഓഫ് തലാമസ്. ഇറ്റ് കൺട്രോൾസ് ബോഡി ടെമ്പറേച്ചർ, urge for eating and drinking, etc. The neurosecretory cells of hypothalamus secrete oxytocin and vasopressin. ബ്രെയിനിൻ്റെ മറ്റൊരു പാർട്ടാണ് തലാമസ്. തലാമസിൻ്റെ താഴെ കാണുന്ന പാർട്ടാണ് ഹൈപ്പോതലാമസ്. ദാറ്റ് ഈസ് ഇറ്റ് ലൈസ് അറ്റ് ദ ബേസ് ഓഫ് തലാമസ്. ഓക്കെ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈറ്റിംഗ്, ഡ്രിങ്കിങ് പ്രോസസ്സ് ഇതൊക്കെയും ഹൈപ്പോതലാമസിൻ്റെ കൺട്രോളിലാണ്. So it controls body temperature, urge for eating and drinking. ഹൈപ്പോതലാമസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ന്യൂറോസെക്രീറ്ററി സെൽസ്. ഈ ന്യൂറോസെക്രീറ്ററി സെൽസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹൈപ്പോതലാമസിൻ്റെ ന്യൂറോസെക്രീറ്ററി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ദ ന്യൂറോസെക്രീറ്ററി സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് secrete 2 hormones which are the oxytocin and vasopressin. Next part of brain is midbrain. Dorsal portion of the midbrain consists 4 round swelling called corpora quadrigemina. മിഡ്ബ്രെയിനിൽ 4 റൗണ്ട്, അതായത് വട്ടത്തിലുള്ള സ്വെല്ലിങ്സ് കാണാം, പൊങ്ങി നിൽക്കുന്ന സ്വെല്ലിങ്സ് കാണാം. അതാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. സോ കോർപ്പോറ ക്വാഡ്രിജെമിന മിഡ്ബ്രെയിനിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ഈസ് പാർട്സ് ഓഫ് ഹൈൻഡ് ബ്രെയിൻ. ദ ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ബോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല. ഹൈൻഡ് ബ്രെയിനിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഓബ്ലങ്കേറ്റ. പോൺസ് ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് പോൺസ് ആണ്. പോൺസ് ഇന്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. Cerebellum has very convoluted surface in order to provide the additional space for
many more neurons. ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം. ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? സെറിബ്രം അല്ലേ. സോ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ സർഫസ് കൺവൊല്യൂട്ടഡ് ആണ്, അതായത് ഒരുപാട് ഫോൾസുകൾ കാണാം, മടക്കുകൾ കാണാം. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഒരുപാട് ന്യൂറോൺസിനെ അവിടെ കാണാൻ സാധിക്കും. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് മെനി ന്യൂറോൺസ്. ഇനി സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ, ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ഇക്വിലിബ്രിയം ഓർ ബാലൻസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡി ബാലൻസ്, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലാണ്. നെക്സ്റ്റ് ഈസ് മെഡുല്ല. മെഡുല്ല ഈസ് കണക്റ്റഡ് ടു ദ സ്പൈനൽ കോഡ്. മെഡുല്ല ഒബ്ലങ്കേറ്റ കൺട്രോൾസ് റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലാർ റിഫ്ലെക്സസ് ആൻഡ് ഗാസ്ട്രിക് സെക്രീഷൻസ്. സ്പൈനൽ കോഡിനോട് കണക്ട് ചെയ്ത് കാണുന്ന പാർട്ടാണ്, ബ്രെയിനിൻ്റെ പാർട്ടാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻ? കൺട്രോൾ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലാർ റിഫ്ലെക്സ് ആൻഡ് ഗാസ്ട്രിക് സെക്രീഷൻസ്. റെസ്പിറേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യും. കാർഡിയോവാസ്കുലാർ റിഫ്ലെക്സസ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്, ഹാർട്ട് ബീറ്റ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യും. ഗ്യാസ്ട്രിക് സെക്രീഷൻസ് സ്റ്റൊമക്കിൽ നിന്നുള്ള സെക്രീഷൻസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. ലെറ്റ് us see the parts of brain. ഇതാണ് സെറിബ്രം. യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് സെറിബ്രം ആൻഡ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഇത് മൂന്നും ഫോർ ബ്രെയിൻ്റെ പാർട്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇതാണ് മിഡ് ബ്രെയിൻ. ഹിയർ യു ക്യാൻ സീ ദ മിഡ് ബ്രെയിൻ. ആൻഡ് നെക്സ്റ്റ് ഹൈൻഡ് ബ്രെയിൻ്റെ പാർട്സ് ആണ്. ദേ ആർ പോൺസ്. ദിസ് റീജൺ ഈസ് പോൺസ്, സെറിബെല്ലം ആൻഡ് ദിസ് ഈസ് മെഡുല്ല. ഇത് മൂന്നും ഹൈൻഡ് ബ്രെയിൻ്റെ പാർട്സ് ആണ്. ഇനി സെറിബ്രം എന്ന് പറയുന്ന രണ്ട് ഹാഫ്സ് ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ദേ ആർ കോൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം ആണ്. ആൻഡ് ദിസ് ഈസ് കോർപ്പസ് കലോസം. മിഡ് ബ്രെയിനിൽ കാണുന്ന ഒരു കനാലാണ് സെറിബ്രൽ അക്യുഡക്റ്റ്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ. നെക്സ്റ്റ് ബ്രെയിനിൻ്റെ ഹൈൻഡ് ബ്രെയിനിൻ്റെ പാർട്ടായ മെഡുല്ല നെക്സ്റ്റ് സ്പൈനൽ കോഡായി കണ്ടിന്യൂ ചെയ്യും. Next is reflex action. The accidental and involuntary responses towards stimuli are called reflex action. നമ്മുടെ ബോഡി പെട്ടെന്ന് ചെയ്യുന്ന റെസ്പോൺസ് ആണ് റിഫ്ലെക്സ് ആക്ഷൻ. ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ആണ് റിഫ്ലെക്സ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചൂടുള്ള ഓബ്ജക്റ്റ് ടച്ച് ചെയ്യാൻ പോയാൽ പെട്ടെന്ന് നമ്മൾ കൈ പിൻവലിക്കും. ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. നെക്സ്റ്റ് റിഫ്ലെക്സ് ആർക്ക്. ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ. സോ റിഫ്ലെക്സ് ആക്ഷനിൽ ഇമ്പൾസസ് മൂവ് ചെയ്യുന്ന പാത്വേനാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. ദ റിഫ്ലെക്സ് പാത്വേ ഇൻക്ലൂഡ്സ് റിസെപ്റ്റർ, എഫറൻ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, ഇഫറൻ ന്യൂറോൺ, ഇഫക്റ്റർ. ഫസ്റ്റ് വൺ റിസെപ്റ്റർ, സെൻസ് ഓർഗൻ വിച്ച് റിസീവ് സ്റ്റിമുലസ്. സ്റ്റിമുലസിനെ സ്വീകരിക്കുന്ന സെൻസ് ഓർഗൻ ആണ് റിസെപ്റ്റർ. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ചൂടുള്ള വസ്തു. എഫറൻ ന്യൂറോൺ ക്യാരി ഇമ്പൾസ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം വിയ എ ഡോർസൽ നെർവ് റൂട്ട്. സ്റ്റിമുലസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇമ്പൾസസ് ഓർ മെസ്സേജസ് ഫോം ചെയ്യും. ഈ ഇമ്പൾസസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺ ആണ് എഫറൻ ന്യൂറോൺ. ഏത് നെർവ് റൂട്ട് വഴിയാണ് കൊണ്ടുപോകുക? ഡോർസൽ നെർവ് റൂട്ട്. ഇന്റർ ന്യൂറോൺ പ്രോസസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു ഇഫറൻ ന്യൂറോൺ ഇൻ സ്പൈനൽ കോഡ്. എഫറൻ ന്യൂറോൺ വഴി വന്ന ഇമ്പൾസസിനെ പ്രോസസ്സ് ചെയ്ത്, അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കി അതിനുള്ള റിപ്ലൈ ഇമ്പൾസ് ഇഫറൻ ന്യൂറോണിലേക്ക് കൊടുക്കുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോൺ ആണ് ഇന്റർ ന്യൂറോൺ. സ്പൈനൽ കോഡിൽ കാണുന്നതാണ് ഇന്റർ ന്യൂറോൺ. ദ എഫറൻ ന്യൂറോൺ ക്യാരീസ് സിഗ്നൽസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ എഫക്റ്റർ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും സിഗ്നൽസ് ഓർ ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് ഇഫക്റ്റർ മസിലിലേക്ക് കൊണ്ടുവരുന്നത് ഇഫറൻ ന്യൂറോൺ ആണ്. ഇഫക്റ്റർ എന്ന് പറഞ്ഞാൽ ഏത് ബോഡി പാർട്ടാണോ ഇവിടെ റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ ബോഡി പാർട്ടാണ് ഇഫക്റ്റർ. ഇഫക്റ്റർ റെസ്പോണ്ടിങ് ബോഡി പാർട്ട്. ഓക്കെ, ഇഫക്റ്റർ എന്ന് പറയുന്നത് റെസ്പോണ്ട് ചെയ്യുന്ന ബോഡി പാർട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചൂടുള്ള വസ്തു നമ്മൾ എടുക്കാൻ പോയാൽ നമ്മുടെ കൈ നമ്മൾ പെട്ടെന്ന് പിൻവലിക്കും. സോ ഇവിടെ ഇഫക്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കാണുന്ന മസിൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റിൽ കാണിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നീ ജർക്ക് റിഫ്ലെക്സ്. അതായത് കാലിൻ്റെ മുട്ടിലേക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് തട്ടിയാൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ യു ക്യാൻ സീ ഹിയർ സ്റ്റിമുലസ്. സോ ആസ് എ റിസൾട്ട് റിസെപ്റ്റർ അത് റിസീവ് ചെയ്തു and afferent pathway, and you can see here dorsal root ganglion, and finally it reached where spinal cord like impulses move ചെയ്തു. നെക്സ്റ്റ് ഇന്റർ ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ വഴി സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസ് ഇഫറൻറ്റ് പാത്വേ വഴി മോട്ടോർ എൻഡ് പ്ലേറ്റ് ഓർ ഇഫക്റ്റർ ദാറ്റ് ഈസ് മസിൽസിലേക്ക് എത്തി. സോ കാല് പിൻവലിച്ചു. ആൻഡ് ദിസ് ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഓഫ് ദ ഐ. ലെറ്റ് us see. Parts of eye, orbits,
Eyes are located in the sockets of the skull called orbits. So eyes are located in orbit. Orbit is seen in skull. സ്കള്ളിൽ കാണുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ ക്യാവിറ്റീസ് ആണ് ഓർബിറ്റ്. ഈ ഓർബിറ്റിനകത്താണ് കണ്ണുകൾ കാണുന്നത്. ഓക്കെ, സോ ഈ ഓർബിറ്റ് അല്ലെങ്കിൽ ഡിപ്രഷൻസ് ഇൻ സ്കള്ളിൽ കാണുന്ന ഡിപ്രഷൻസ് കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. സോ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് അവർ ഐസ്. സ്ക്ലീറ, എക്സ്റ്റേണൽ ലെയർ കമ്പോസ്ഡ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. കണ്ണിൻ്റെ ആദ്യത്തെ ലെയർ എക്സ്റ്റേണൽ ലെയർ ആണ് സ്ക്ലീറ. സോ ദർ ആർ 3 ലെയേഴ്സ് ഇൻ അവർ ഐ. അതിൽ എക്സ്റ്റേണൽ ഔട്ടർ ലെയർ ആണ് സ്ക്ലീറ. കോണിയ, ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് സ്ക്ലീറ ഈസ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഈസ് കോൾഡ് കോണിയ. സോ സ്ക്ലീറ കണ്ണിൻ്റെ മുൻഭാഗത്ത് കോണിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. ട്രാൻസ്പാരൻറ്റ് പാർട്ടാണ് കോണിയ, അതായത് ലൈറ്റ് പാസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, കൊറോയിഡ്, മിഡിൽ ലെയർ കണ്ടെയ്ൻസ് മെനി ബ്ലഡ് വെസൽസ് ആൻഡ് ലുക്സ് ബ്ലൂയിഷ് ഇൻ കളർ. രണ്ടാമതായി കാണുന്ന മിഡിൽ ലെയർ ആണ് കൊറോയിഡ്. ഓക്കെ, സോ കൊറോയിഡ് ലെയറിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് കാണാം. സോ കൊറോയിഡ് ഈസ് ദ സെക്കൻഡ് ലെയർ ഓഫ് അവർ ഐ. സീലിയറി ബോഡി, ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കൊറോയിഡ് ലെയർ ഈസ് തിക്ക് ആൻഡ് കോൾഡ് സീലിയറി ബോഡി. കൊറോയിഡ് ലെയർ നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്ത് തിക്കായി കട്ടി കൂടി സീലിയറി ബോഡി എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, സോ സീലിയറി ബോഡി ലെൻസിനെ ഹോൾഡ് ചെയ്യുന്ന പാർട്ടാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഹോൾഡ് ദ ലെൻസ്. സോ കൊറോയിഡ് ലെയറിൻ്റെ പാർട്ടാണ് സീലിയറി ബോഡി. Iris, the ciliary body continues forward to form a pigmented and opaque structure called the iris. Ciliary body continue ചെയ്ത് ഫോം ചെയ്യുന്ന പാർട്ടാണ് ഐറിസ്. കണ്ണിൻ്റെ കളേർഡ് പോർഷനാണ് ഐറിസ്. ഇറ്റ് ഈസ് ദ കളേർഡ് പോർഷൻ ഓഫ് ഐ ആൻഡ് ഐറിസ് കണ്ടെയ്ൻ മെലാനിൻ പിഗ്മെൻറ്റ്. ഐറിസിൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് കാണാം. ഐറിസ് ഈസ് ദ കളേർഡ് പോർഷൻ. Pupil, the aperture in the iris is called pupil. The diameter of the pupil is regulated by the muscle fibers of iris. So ഐറിസിൻ്റെ മിഡിലായി കാണുന്ന അപ്പർച്ചർ അല്ലെങ്കിൽ ഓപ്പണിംഗ്, ഹോൾ, ഇതാണ് പ്യൂപ്പിൾ. പുറത്തെ ലൈറ്റിനനുസരിച്ച് പ്യൂപ്പിളിന് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കും. ഇറ്റ് ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ്സ് സൈസ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, പുറത്തെ ലൈറ്റിനനുസരിച്ച് പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെ സഹായിക്കുന്നത് ഐറിസിൽ കാണുന്ന മസിൽ ഫൈബേഴ്സ് ആണ്. ഇഫ് ദർ ഈസ് മോർ ലൈറ്റ് ഔട്ട്സൈഡ് ദ സൈസ് ഓഫ് പ്യൂപ്പിൾ ഡിക്രീസസ്. ഓക്കെ, ഇഫ് ദർ ഈസ് ലെസ് ലൈറ്റ് ഔട്ട്സൈഡ് ദ സൈസ് ഓഫ് പ്യൂപ്പിൾ ഇൻക്രീസസ്. പുറത്ത് നല്ല ലൈറ്റ് ആണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. പുറത്ത് ലൈറ്റ് കുറവാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. റെറ്റിന, ഇന്നർ ലെയർ കണ്ടെയ്ൻസ് ഫോട്ടോസെൻസിറ്റീവ് സെൽസ്. It contains 3 layers of neural cells from inside to outside. കണ്ണിൻ്റെ മൂന്നാമത്തെ ലെയറാണ് റെറ്റിന. ഇന്നർ ലെയറാണ് റെറ്റിന. ഓക്കെ, സോ ഔട്ടർ ലെയർ സ്ക്ലീറ, മിഡിൽ ലെയർ കൊറോയിഡ്, ഇന്നർ ലെയർ റെറ്റിന. ആൻഡ് റെറ്റിന കണ്ടെയ്ൻസ് 3 types of cells: ഗാംഗ്ലിയോൺ സെൽസ്, ബൈപോളാർ സെൽസ്, ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. റെറ്റിനയിൽ 3 ടൈപ്പ് സെൽസ് കാണാം: ഗാംഗ്ലിയോൺ സെൽസ്, ബൈപോളാർ സെൽസ് ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. There are 2 types of photoreceptor cells which are they rods and cones. Okay, 2 type of photoreceptor cells ഉണ്ട്, rod cells and cone cells. Let us compare rod cells and cone cells. Rod cell contain a pigment called rhodopsin or visual purple. Rod cell കാണുന്ന pigment ആണ് rhodopsin അല്ലെങ്കിൽ visual purple. Cone cell contain iodopsin or photopsin pigment. Cone cell കാണുന്ന pigment ആണ് photopsin or iodopsin. Rod cell help in twilight or scotopic vision. റോഡ് സെല്ല് സഹായിക്കുന്നത് ട്വിലൈറ്റ് വിഷൻ അല്ലെങ്കിൽ സ്കോട്ടോപ്പിക് ഡിം ലൈറ്റ് വിഷൻ ആണ് സഹായിക്കുന്നത്. ഓക്കെ, ആൻഡ് കോൺ സെൽ ഹെൽപ്സ് ഇൻ ഡേ ലൈറ്റ് വിഷൻ, ഫോട്ടോപ്പിക് വിഷൻ ആൻഡ് കളർ വിഷൻ. സോ ഡേ ലൈറ്റ് വിഷനും അതേപോലെ കളർ വിഷൻ, കളേഴ്സ് കാണാൻ സഹായിക്കുന്നത് കോൺ സെല്ലാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് റോഡ് സെൽ? റോഡ് ഷേപ്പ്ഡ് ആണ് കോൺ സെൽ, കോൺ ഷേപ്പ്ഡ്. In the human eye, there are 3 types of cones respond to red, green and blue light. The sensations of different colors are produced by various combination of these cones. Equal stimulation of cones produce white color. So how many cone cells are in human eye? There are 3 cone cells in human eye which can detect red, green and blue colors. 3 type cone cells ഉണ്ട്. 3 type cone cellsum ഏതൊക്കെ കളേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യും? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓക്കെ, ഈ 3 കോൺ സെൽസും ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ വന്നാൽ
ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ സ്റ്റിമുലേറ്റഡ് ആയാൽ നമുക്ക് മറ്റുള്ള എല്ലാ കളേഴ്സും കാണാൻ സാധിക്കും. ഇനി ഈ 3 കോൺ സെൽസും ഈക്വലായി സ്റ്റിമുലേറ്റഡ് ആയാൽ, ആക്റ്റീവ് ആയാൽ വി ക്യാൻ സീ ദ വൈറ്റ് കളർ. നമുക്ക് വൈറ്റ് കളർ കാണാൻ സാധിക്കും. ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് യെല്ലോ സ്പോട്ട്. ഫസ്റ്റ് വൺ, ബ്ലൈൻഡ് സ്പോട്ട്. In the retina, at the point where the optic nerve leaves the eye, rod and cone cells are absent. This part is called a blind spot. So there is a spot in our eye called a blind spot where rod cells and cone cells are not seen. നമ്മുടെ കണ്ണിൽ നിന്നും ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന നെർവാണ് ഓപ്റ്റിക് നെർവ്. സോ ഈ ഓപ്റ്റിക് നെർവ് കണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് കാണുന്ന സ്പോട്ടാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, സോ അവിടെ റോഡ് സെൽസ് ആബ്സെൻ്റ് ആയിരിക്കും, കോൺ സെൽസും ആബ്സെൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ റീജിയൺ ഓഫ് നോ വിഷൻ. മാക്കുല ലൂട്ടിയ ആൻഡ് ഫോവിയ ഓർ യെല്ലോ സ്പോട്ട്. Yellowish pigmented spot is called macula lutea. It has a central pit called the fovea. In fovea, the cones are densely packed. It is the point of highest vision. റെറ്റിനയിൽ കാണുന്ന മറ്റൊരു സ്പോട്ടാണ് യെല്ലോ സ്പോട്ട്, അല്ലെങ്കിൽ മാക്കുല ലൂട്ടിയ എന്ന് പറയും. ഓക്കെ, സോ യെല്ലോ സ്പോട്ടിൽ കാണുന്ന ചെറിയൊരു പിറ്റ്, ചെറിയൊരു ഡിപ്രഷനാണ് ഫോവിയ. സോ ഫോവിയയിൽ ഒരുപാട് കോൺസെല് കാണാം. സോ യെല്ലോ സ്പോട്ട് ഈസ് ദ റീജിയൺ ഓഫ് ഹയസ്റ്റ് വിഷൻ. ഏറ്റവും കൂടുതൽ വിഷനുള്ള ഏരിയ, റീജിയൺ ആണ് യെല്ലോ സ്പോട്ട്. ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട് ഈസ് ദ റീജിയൺ ഓഫ് നോ വിഷൻ. Aqueous chamber. The space between the cornea and the lens is called the aqueous chamber and it contains a thin watery fluid called aqueous humor. കോണിയക്കും ലെൻസിനും ഇടയിൽ കാണുന്ന ചേംബറാണ്, സ്പേസ് ആണ് അക്വസ് ചാമ്പർ. അക്വസ് ചാമ്പറിൽ കാണുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. ഓക്കെ, എങ്ങനെയുള്ള ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ? ഇറ്റ് ഈസ് എ വാട്ടറി ഫ്ലൂയിഡ്. വാട്ടറി, വെള്ളം പോലുള്ള ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. സെക്കൻഡ് ചാമ്പർ, വിട്രിയസ് ചാമ്പർ. ദ സ്പേസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ റെറ്റിന ഈസ് കോൾഡ് ദ വിട്രിയസ് ചാമ്പർ ആൻഡ് ഈസ് ഫിൽഡ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് ജെൽ കോൾഡ് വിട്രിയസ് ഹ്യൂമർ. സോ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്ന സ്പേസ് ഓർ ചാമ്പറാണ് വിട്രിയസ് ചാമ്പർ. വിട്രിയസ് ചാമ്പറിൽ കാണുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, ഇതൊരു ജെൽ ലൈക്ക് ഫ്ലൂയിഡാണ്, വാട്ടറി ഫ്ലൂയിഡ് അല്ല, ജെൽ ലൈക്ക് ഫ്ലൂയിഡാണ്. അതിൽ കാണുന്ന 3 ലെയേഴ്സാണ് സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ആൻഡ് കൊറോയിഡ് മിഡിൽ ലെയർ, റെറ്റിന ഇന്നർ ലെയർ. സ്ക്ലീറ പ്രൊട്ടക്ട് ദ ഐ, കൊറോയിഡ് മിഡിൽ ലെയർ ആണ്, അതിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് കാണാം. റെറ്റിന ഇന്നർ ലെയർ ആണ്, ഇമേജ് ഫോർമേഷന് സഹായിക്കുന്നത് റെറ്റിന ആണ്. റെറ്റിനയിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കാണാം, ഗാംഗ്ലിയോൺ, ബൈപോളാർ ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. ആൻഡ് നെക്സ്റ്റ്, അതിൽ കാണുന്ന 2 ചാമ്പേഴ്സാണ് അക്വസ് ചാമ്പർ ആൻഡ് വിട്രിയസ് ചാമ്പർ. അക്വസ് ചാമ്പറിനകത്ത് അക്വസ് ഫ്ലൂയിഡ് കാണാം, വിട്രിയസ് ചാമ്പറിനകത്ത് വിട്രിയസ് ഫ്ലൂയിഡ്. അക്വസ് ഫ്ലൂയിഡ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ഐ. കണ്ണിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്വസ് ചാമ്പറാണ്. വിട്രിയസ് ചാമ്പർ മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐ. വിട്രിയസ് ചാമ്പറിനകത്തുള്ള വിട്രിയസ് ഫ്ലൂയിഡ് കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് യു ക്യാൻ സീ ഹിയർ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് റെറ്റിനൻ്റെ പാർട്ടാണ്. ഓപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ്. ആൻഡ് ഹിയർ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ നോട്ട് സീൻ. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആബ്സെൻ്റ് ആണ്. ആൻഡ് യെല്ലോ സ്പോട്ട് റെറ്റിനൻ്റെ പാർട്ടാണ് യെല്ലോ സ്പോട്ട്. ഇവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണാം. ആൻഡ് സെൻട്രൽ പിറ്റ് ഇസ് കോൾഡ് ഫോവിയ. യെല്ലോ സ്പോട്ടിൻ്റെ സെൻട്രൽ പിറ്റാണ് ഫോവിയ. ആൻഡ് യു ക്യാൻ സീ ഹിയർ കോർണിയ. ദിസ് ഇസ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ. സ്ക്ലീറൻ്റെ മുൻഭാഗത്തുള്ള ഭാഗമാണ് കോർണിയ. ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്നത് കോർണിയ വഴിയാണ്. ആൻഡ് ഹിയർ സീലിയറി ബോഡി. ആൻറ്റീരിയർ പാർട്ട് ഓഫ് കൊറോയിഡ്. കൊറോയിഡിൻ്റെ ആൻറ്റീരിയർ പാർട്ടാണ് സീലിയറി ബോഡി. ലെൻസിൻ്റെ സൈസ് ആൾട്ടർ ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ വേണ്ടി സീലിയറി ബോഡി സഹായിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലെൻസ്. ട്രാൻസ്പെറൻ്റ് ആണ്, ഇമേജ് ഫോർമേഷന് സഹായിക്കുന്നത് ലെൻസാണ്. ആൻഡ് ഹിയർ ദിസ് ഈസ് ഐറിസ്. ഇതാണ് ഐറിസ്. ഈ ഐറിസിൻ്റെ ഇടയിലായി കാണുന്ന ഗ്യാപ്പാണ് പ്യൂപ്പിൾ. ഫോക്കസ് ദ ലൈറ്റ്. ആൻഡ് ഹിയർ യു ക്യാൻ സി ഓപ്റ്റിക് നെർവ്. സോ ഐയിൽ നിന്നും ഇമേജസ് ഓർ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഓപ്റ്റിക് നെർവാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഓഫ് ഇയർ. ഇയറിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസും. ഓക്കെ, ഇയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഇയർ 3 പാർട്സായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. ഔട്ടർ ഇയർ ഓർ എക്സ്റ്റേണൽ ഇയർ. The outer ear consists of the pinna and external auditory meatus or ear canal. Outer earൻ്റെ parts ആണ് pinna and auditory canal അല്ലെങ്കിൽ ear canal or auditory
meters എന്ന് കൂടി പറയും. The pinna collect the sound vibrations in the air. എയറിലുള്ള സൗണ്ട് വൈബ്രേഷൻസ് റിസീവ് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് പുറമെ കാണുന്ന പിന്നെയാണ്. The external auditory meters leads inwards and extends up to the tympanic membrane, the eardrum. So പിന്നെ കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണുന്ന കനാലാണ് ഇയർ കനാൽ ഓർ ഓഡിറ്ററി കനാൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ്. സോ നെക്സ്റ്റ് സൗണ്ട് വേവ്സ് ഇയർ കനാലിൽ കൂടെ മൂവ് ചെയ്ത് എക്സ്റ്റേണൽ ഇയറിൻ്റെ നെക്സ്റ്റ് പാർട്ടായ ടിംപാനത്തിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. The tympanum will produce sound vibrations and these sound vibrations are then passed to middle ear. So tympanum sound vibrations produce ചെയ്യും. ഈ സൗണ്ട് വൈബ്രേഷൻസ് നെക്സ്റ്റ് മിഡിൽ ഇയറിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് മിഡിൽ ഇയർ. ദ മിഡിൽ ഇയർ കണ്ടെയ്ൻസ് 3 ഓസിക്കിൾസ്, ഇയർ ഓസിക്കിൾസ് കോൾഡ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റാപ്പീസ്. സോ ദാറ്റ് ഈസ് ഇയർ ബോൺസ്. ഓക്കെ, മിഡിൽ ഇയറിൽ 3 ബോൺസ് കാണാം, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റാപ്പീസ്. ദേ ആർ ടുഗെദർ കോൾഡ് ഇയർ ഓസിക്കിൾസ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റാപ്പീസിന് ഒന്നിച്ച് ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. ദേ ആർ ഇയർ ബോൺസ്. മാലിയസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ടിംപാനിക് മെംബ്രെയിൻ. സ്റ്റാപ്പീസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓവൽ വിൻഡോ ഓഫ് കോക്ലിയ. സോ ഇവിടെ ടിംപാനം ഓർ ഇയർ ഡ്രമ്മിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്നത് മാലിയസ് ആണ്. അത് കഴിഞ്ഞ് ഇൻകസ്. ഇനി മൂന്നാമത്തെ ബോണ് സ്റ്റാപ്പീസ് കണക്ട് ചെയ്യുന്നത് ഓവൽ വിൻഡോയിലേക്കാണ്. ഓവൽ വിൻഡോ നെക്സ്റ്റ് കോക്ലിയയിലേക്ക് ഓപ്പൺ ചെയ്യും. The ear ossicles increase the efficiency of transmission of sound waves to the inner ear. So ear ossicles sound wavesന്റെ efficiency increase ചെയ്യും. അതിനുശേഷം സൗണ്ട് വേവ്സിനെ ഇന്റേണൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. Eustachian tube connect the middle ear cavity with the pharynx. It helps in equalizing the pressures on either side of the eardrum. So Eustachian tube മിഡിൽ ഇയറിനെയും ഫാരിങ്സിനെയും കണക്ട് ചെയ്ത് കാണുന്ന സ്ട്രക്ചറാണ്. It is connecting the middle ear and pharynx. And what is its function? It helps in equalizing, balancing the pressure on either side of eardrum. ഇയർഡ്രമിൻ്റെ രണ്ട് സൈഡിലും പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് യുസ്റ്റാഷ്യൻ ട്യൂബാണ്. Internal ear or inner ear. Inner ear is formed of membranous labyrinth and bony labyrinth. So inner ear കാണുന്നത് ബോണി ലാബ്രിന്തിനകത്താണ്. സ്കള്ളിൻ്റെ പാർട്ടാണ് ബോണി ലാബ്രിന്ത്. And inside this bony labyrinth, membranous labyrinth is seen. Bony labyrinthനകത്ത് membranous labyrinthും കാണാം. Okay. Bony labyrinth contains a fluid called, the bony labyrinth is filled with a fluid called perilymph. Bony labyrinthil കാണുന്ന fluid ആണ് perilymph. Like that, inside the membranous labyrinth there is endolymph. Membranous labyrinthil കാണുന്ന fluid ആണ് endolymph. So in our ear there are 2 fluids, perilymph and endolymph. The membranous labyrinth lies in this perilymph and it is formed of 2 portions called vestibular apparatus and cochlea. So internal ear in the main parts are vestibular apparatus and cochlea. That is, internal ear is seen inside bony labyrinth. Internal ear കാണുന്നത് bony labyrinthനകത്താണ്. Inside the bony labyrinth there is membranous labyrinth. Bony labyrinthനകത്ത് membranous labyrinth കാണാം. And bony labyrinthil കാണുന്ന fluid perilymph, membranous labyrinthil കാണുന്ന fluid endolymph. Inner ear contains vestibular apparatus and cochlea. Vestibular apparatus helps in balancing, cochlea helps in hearing. Internal ear in the parts ആണ് vestibular apparatus and cochlea. ഇതിൽ vestibular apparatus നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. കോക്ലിയ ഹിയറിങ്ങിനും സഹായിക്കുന്നു. ഫസ്റ്റ് വൺ, vestibular apparatus. It is composed of 3 semicircular canals and the otolith organ consisting of the saccule and utricle. 3 semicircular കനാലും ഓട്ടോലിത്ത് ഓർഗനും ചേർന്നാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ഓക്കെ, ഇനി ഈ ഓട്ടോലിത്ത് ഓർഗനിൽ സാക്യൂൾ ആൻഡ് യൂട്രിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണാം. സോ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഇൻക്ലൂഡ് 3 semicircular canal and otolith organ. Otolith organ means it includes saccule and utricle. Each semicircular canal is swollen at the base called ampulla. Ampulla contains a projecting ridge called crista ampullaris which has hair cells. So ഓരോ സെമിസർക്കുലാർ കനാലിൻ്റെയും അറ്റത്ത് ബേസ് അത് സ്വള്ളൻ ആണ്, പൊങ്ങി നിൽക്കുന്നത് കാണാം. അതിന് ആംപുല എന്നാണ് പറയാം. ഓക്കെ, ദ സ്വള്ളൻ ബേസ് ഓഫ് സെമിസർക്കുലാർ കനാൽ ഈസ് ആംപുല. ഈ ആംപുലക്കകത്ത് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചർ കാണാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റ ആംപുലാറിസ്. ഈ ക്രിസ്റ്റ ആംപുലാറിസിൽ ഹെയർ സെൽസ് കൂടി കാണാം.
സോ സെമി സർക്കുലാർ കനാലിൻ്റെ താഴെ കാണുന്ന പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ആംപുല. ആംപുലക്കകത്ത് ക്രിസ്റ്റ ആംപുലാരിസ് കാണാം. ക്രിസ്റ്റ ആംപുലാരിസിൽ ഹെയർ സെൽസ് കാണാം. ദ സാക്യൂൾ ആൻഡ് യൂട്രിക്കിൾ കണ്ടെയ്ൻ പ്രോജക്റ്റിംഗ് റിഡ്ജ് കോൾഡ് മാക്കുല. സാക്യൂളിനകത്തും യൂട്രിക്കിളിനകത്തും കാണുന്ന സ്ട്രക്ചറാണ് മാക്കുല. ദ ക്രിസ്റ്റ ആൻഡ് മാക്കുല ആർ ദ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് പോസ്ചർ. സോ നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് സ്ട്രക്ചേഴ്സാണ് ക്രിസ്റ്റ ആൻഡ് മാക്കുല. സോ ക്രിസ്റ്റ കാണുന്നത് ഇൻസൈഡ് ആംപുല ഓഫ് സെമി സർക്കുലാർ കനാൽ, മാക്കുല കാണുന്നത് സാക്യൂളിനും യൂട്രിക്കിളിനും അകത്ത്. നൗ ഒബ്സർവ് ദിസ് ഫിഗർ. സോ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് സെമി സർക്കുലാർ കനാലും 3 സെമി സർക്കുലാർ കനാലും അതിൻ്റെ കൂടെ യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ചേർന്നാണ്. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സി ആംപുല ഓഫ് സെമി സർക്കുലാർ കനാൽ. സെമി സർക്കുലാർ കനാലിൻ്റെ താഴെ പൊങ്ങി നിൽക്കുന്ന പാർട്ടാണ് ആംപുല. സോ ഈ ആംപുലക്കകത്താണ് ക്രിസ്റ്റ ആംപുലാരിസ് കാണാം. ആൻഡ് ഒബ്സർവ് ദ ഫിഗർ. യൂട്രിക്കിളും കാണാം, സാക്യൂളും കാണാം അല്ലേ. സോ യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ടുഗെദർ ഫോംസ് ഓട്ടോലിത്ത് ഓർഗൻ. ആൻഡ് വാട്ട് ഈസ് സീൻ ഇൻസൈഡ് യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ? യൂട്രിക്കിളിൻ്റെയും സാക്യൂളിൻ്റെയും അകത്ത് മാക്കുല എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാം. യു ക്യാൻ സീ ഹിയർ മാക്കുല ഓഫ് സാക്യൂൾ ആൻഡ് മാക്കുല ഓഫ് യൂട്രിക്കിൾ. സാക്യൂളിനകത്തും യൂട്രിക്കിളിനകത്തും കാണുന്ന സ്ട്രക്ചറാണ് മാക്കുല. സോ ബോഡി ബാലൻസിങ്ങിനെ സഹായിക്കുന്നത് ആംപുലക്കകത്ത് കാണുന്ന ക്രിസ്റ്റ ആൻഡ് സാക്യൂളിനും യൂട്രിക്കിളിനകത്ത് കാണുന്ന മാക്കുല. നെക്സ്റ്റ് പാർട്ട് ഓഫ് ഇന്റേണൽ ഇയർ ഈസ് കോക്ലിയ. ഹിയറിങ്ങിന് സഹായിക്കുന്ന പാർട്ടാണ് കോക്ലിയ. ദ കോയിൽഡ് പോർഷൻ ഓഫ് ദ മെംബ്രേനിയസ് ലാബ്രിന്ത് ഈസ് കോൾഡ് കോക്ലിയ. സ്നെയിൽ ഷെല്ല് പോലെ കോയിൽ ചെയ്ത് കാണുന്ന പാർട്ടാണ് കോക്ലിയ. The cochlea has 3 longitudinal chambers, upper scala vestibuli, middle scala media, lower scala tympani. And there are 3 chambers inside cochlea. കോക്ലിയക്കകത്ത് 3 chambers കാണാം. Which are they? Upper chamber scala vestibuli, middle chamber scala media, and lower chamber scala tympani. Scala vestibuli is separated from scala media by a membrane called Retina's membrane. Scala vestibule എന്ന ചാമ്പറിനെ സ്കാല മീഡിയയിൽ നിന്നും വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത് റെസിനസ് മെംബ്രെയിൻ ആണ്. സ്കാല മീഡിയ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സ്കാല ടിംപാനി ബൈ ബേസിലാർ മെംബ്രെയിൻ. സ്കാല മീഡിയയെയും സ്കാല ടിംപാനിയെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ബേസിലാർ മെംബ്രെയിൻ ആണ്. സ്കാല വെസ്റ്റിബുലൈ ആൻഡ് സ്കാല ടിംപാനി ആർ ഫിൽഡ് വിത്ത് പെരിലിംഫ് ആൻഡ് സ്കാല മീഡിയ ഈസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. സ്കാല വെസ്റ്റിബുലൈക്കകത്തും സ്കാല ടിംപാനിക്കകത്തും കാണുന്ന ഫ്ലൂയിഡ് പെരിലിംഫാണ്. സ്കാല മീഡിയക്കകത്ത് കാണുന്ന ഫ്ലൂയിഡ് എൻഡോലിംഫാണ്. കോക്ലിയൻ്റെ സെക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ. ഇതിൽ കാണാം 3 ചാമ്പേഴ്സ് ഉണ്ട്. സ്കാല വെസ്റ്റിബുലൈ, സ്കാല മീഡിയ ആൻഡ് സ്കാല ടിംപാനി. സോ സ്കാല വെസ്റ്റിബുലൈക്കും സ്കാല മീഡിയക്കും ഇടയിൽ കാണുന്ന മെംബ്രെയിൻ റെസിനേസ് മെംബ്രെയിൻ ആൻഡ് സ്കാല മീഡിയക്കും സ്കാല ടിംപാനിക്കും ഇടയിലായി കാണുന്ന മെംബ്രെയിൻ ബേസിലാർ മെംബ്രെയിൻ. Organ of Corti is the structure located on the basilar membrane which act as auditory receptors. Organ of Corti contains sensory hair cells arranged in rows. So organ of Corti എന്ന് പറയുന്നത് ബേസിലാർ മെംബ്രെയിൻ്റെ മേലെ കാണുന്ന സ്ട്രക്ചറാണ്. ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയി സൗണ്ട് റിസീവ് ചെയ്യാൻ സഹായിക്കുന്ന റിസെപ്റ്റേഴ്സ് ആണ് ഓർഗൻ ഓഫ് കോട്ടി. ഓക്കെ, വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബവ് ദ ബേസിലാർ മെംബ്രെയിൻ. ഓർഗൻ ഓഫ് കോട്ടി കണ്ടെയ്ൻസ് സെൻസറി ഹെയർ സെൽസ്. ഓർഗൻ ഓഫ് കോട്ടിക്കകത്ത് സെൻസറി ഹെയർ സെൽസ് കാണാം. റോ ആയി അറേഞ്ച് ചെയ്ത് കാണുന്ന സെൻസറി ഹെയർ സെൽസ് കാണാം. ദ ബേസൽ എൻഡ് ഓഫ് ദ ഹെയർ സെൽ ഈസ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ഓഡിറ്ററി നെർവ് ഫൈബർ. സോ ഹെയർ സെൽസിൻ്റെ ബേസൽ എൻഡ്, ബേസ് താഴ്ഭാഗം ഓഡിറ്ററി നെർവായി കണക്ട് ചെയ്ത് കാണാം. എബവ് ദ റോസ് ഓഫ് ദ ഹെയർ സെൽസ് എ തിൻ ഇലാസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടെക്ടോറിയൽ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. സെൻസറി ഹെയർ സെൽസിൻ്റെ മേലെ ടെക്ടോറിയൽ മെംബ്രെയിന് കൂടി കാണാം. ഒബ്സർവ് ഹിയർ. ബേസിലാർ മെംബ്രെയിന് കാണാം. ബേസിലാർ മെംബ്രെയിൻ്റെ മേലെ കാണുന്ന സ്ട്രക്ചറാണ് ഓർഗൻ ഓഫ് കോട്ടി. ഓർഗൻ ഓഫ് കോട്ടി ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയി ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റിസീവിങ് ദ സൗണ്ട്. ഓർഗൻ ഓഫ് കോട്ടിക്കകത്ത് സെൻസറി ഹെയർ സെൽസ് കാണാം. ഈ സെൻസറി ഹെയർ സെൽസിൻ്റെ മേലെ കാണുന്ന മെംബ്രെയിനാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ.